Dear students, welcome to Learner's World. In this video, I'm going to talk about a short film, black and white, directed by Anuj Ramachandran, FIUGP, VSc, Semester 4, Commerce and Management under Calicut University. Black and White is a thought-provoking short film directed by Anuj Ramachandran. അപ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിമാണ്. അനൂജ് രാമചന്ദ്രനാണ് അതിൻ്റെ ഡയറക്ടർ. ദ ഫിലിം won the Best Short Film Award at the National Human Rights Commission Short Film Festival in 2016. ബെസ്റ്റ് ഷോർട്ട് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മൂവിക്ക്. The film uses strong visual contrast and simple storytelling to convey a deep message about human prejudice, intolerance and the need for coexistence. അപ്പോൾ ഈ ഒരു ഫിലിമിൽ ഒരുപാട് വിഷ്വൽ ഇമേജറി നമുക്ക് കാണാൻ കഴിയും. ഒരു സിമ്പിൾ സ്റ്റോറി ടെല്ലിംഗ് രൂപത്തിലാണ് ഇതിൻ്റെ മെസ്സേജ് കൺവേ ചെയ്യുന്നത്. ഹ്യൂമൻ പ്രജഡൈസ്, മനുഷ്യർക്കുണ്ടാകുന്ന മുൻവിധികൾ, ഇൻടോളറൻസ്, അസഹിഷ്ണുത, അതുപോലെ കോ എക്സിസ്റ്റൻസ്, സഹവാസത്തിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഒക്കെയാണ് ഈ ഒരു മൂവിയിൽ ചിത്രീകരിക്കുന്നത്. ഒരു സൈലൻറ്റ് ഫിലിമാണിത്. ഒരുപാട് വിഷ്വൽ കോൺട്രാസ്റ്റിലൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. Instead of long dialogues, the film mainly depends on symbols, images and actions to express its ideas. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് കൺവേ ചെയ്യുന്നത്, ഇതിൻ്റെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇമാജസിലൂടെയും ആക്ഷൻസിലൂടെയും സിമ്പിൾസിലൂടെയൊക്കെയാണ്. ലോങ് ഡയലോഗ്സ് ഒന്നും നമുക്കിതിൽ കാണാൻ കഴിയില്ല. The title, Black and White, itself represents opposites such as good and evil, life and death, harmony and conflict. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രണ്ടും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതികളാണ്. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ്സിനെയാണ്. ഗുഡ് ആൻഡ് ഈവിൾ, ലൈഫ് ആൻഡ് ഡെത്ത്, ഹാർമണി ആൻഡ് കോൺഫ്ലിക്റ്റ്, അതായത് ഓപ്പോസിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു തലം മാത്രമായാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് ഓപ്പോസിറ്റ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. These contrasts are used to show how the world functions in balance. അതായത് ഈ കോൺട്രാസ്റ്റിലൂടെ മാത്രമേ നമുക്കൊരു ലോകം ബാലൻസിൽ പോകാൻ കഴിയുള്ളൂ. അതായത് ഓപ്പോസിറ്റ്സ് വേണം എന്നാണ് പറയുന്നത്. The film suggests that when the natural balance is disturbed, it leads to disharmony and suffering. അതായത് നാച്ചുറൽ ബാലൻസ് എന്ന് പറയുന്നത് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. ഇത് ഡിസാർമണിയിലേക്കും സഫറിങ്ങിലേക്കും ഒക്കെ നയിക്കും. Through everyday situations and ordinary characters, the film highlights how human beings often create divisions based on fear, misunderstanding and prejudice. അപ്പോൾ എവരിഡേ സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ഫിലിമിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള നമ്മൾ ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതുപോലെ ഓർഡിനറി ക്യാരക്ടേഴ്സാണ്, സാധാരണ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. അതായത് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഫിയർ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, പ്രജുഡൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ ജാതിയുടെ പേരിലുള്ള ഡിവിഷൻസ്, ജെൻഡറിൻ്റെ പേരിലുള്ള ഡിവിഷൻസ്, മതത്തിൻ്റെ പേരിലുള്ള ഡിവിഷൻസ്, ഇവിടെ നിന്നൊക്കെയാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പ്രജുഡൈസും ഒക്കെ ഉണ്ടാകുന്നത്. One of the central ideas of the film is that coexistence is essential for peace. ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്രധാന ഒരു ആശയം എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിന് കോ എക്സിസ്റ്റൻസ്, സഹവാസം അത്യാവശ്യമാണ്. ദ ഫിലിം ഷോസ് ദാറ്റ് ഡിഫറൻസസ് ആർ നാച്ചുറൽ ആൻഡ് അൺഅവോയ്ഡബിൾ ബട്ട് പ്രോബ്ലംസ് അറൈസ് വെൻ പീപ്പിൾ റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ദം. പിന്നീട് ഈ ഫിലിം പറയുന്നത് ഡിഫറൻസസ് ആർ നാച്ചുറൽ, അതുപോലെ അൺഅവോയ്ഡബിൾ ആണ്, അതുപോലെ തന്നെയാണ് പ്രോബ്ലംസ് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. പ്രോബ്ലംസിനെ നമ്മൾ നിരസിക്കുകയാണെങ്കിൽ, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണെങ്കിലാണ് പ്രോബ്ലംസ് അവിടെ റൈസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇൻടോളറൻസ് ആൻഡ് ഡോമിനേഷൻ ഡിസ്ട്രോയ് ഹാർമണി വൈൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്റ്റ് ഹെൽപ്പ് സൊസൈറ്റി ഗ്രോ. അതായത് ഇൻടോളറൻസ്, അസഹിഷ്ണുത, ഡോമിനേഷൻ, ആധിപത്യം, ഇതൊക്കെ നമ്മുടെ സന്തോഷം നശിപ്പിക്കും. അതുപോലെ തന്നെയാണ് അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പെക്റ്റും ഒക്കെ സമൂഹം വളരാനും ഹെൽപ്പ് ചെയ്യും. ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം റെപ്രസെൻറ്റ് കോമൺ പീപ്പിൾ ഹു ഫേസ് മോറൽ ചോയ്സസ് ദാറ്റ് റിഫ്ലക്ട് ലാർജർ സോഷ്യൽ റിയാലിറ്റീസ്. ഈ ഒരു ഫിലിംസിലെ ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സാധാരണ ആളുകളാണ്. മോറൽ ചോയ്സസൊക്കെ ഉള്ള ഫേസ് ചെയ്യുന്ന ആളുകളാണ്.
ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ റിയാലിറ്റീനെയാണ്. ദ യൂസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമാജറി സ്ട്രെങ്തൻ ദ ഫിലിംസ് മെസ്സേജ്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമാജറിയാണ് ഈ ഒരു ഫിലിമിൻ്റെ മെസ്സേജ് തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഇറ്റ് സിംബോളിക്കലി റിമൈൻഡ്സ് വ്യൂവേഴ്സ് ദാറ്റ് ലൈഫ് കനോട്ട് എക്സിസ്റ്റ് ഇൻ ഓൺലി വൺ എക്സ്ട്രീം. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിംബോളിക്കലി ആളുകളെ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കലും ഒരു എക്സ്ട്രീം മാത്രം, ഒരു തലം മാത്രം നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് തലങ്ങളും വേണം എന്നാണ് പറയുന്നത്. ഗുഡ് ആൻഡ് ഈവിൾ വേണം, അതുപോലെ ലൈഫ് ആൻഡ് ഡെത്ത് വേണം, എന്നാൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ബോത്ത് ഓപ്പോസിറ്റ്സ് മസ്റ്റ് എക്സിസ്റ്റ് ടുഗദർ ഫോർ ബാലൻസ്. ഈ ഒരു വേൾഡിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഈ ഓപ്പോസിറ്റ്സ് എക്സിസ്റ്റ് ഒരുമിച്ച് വേണം, എന്നാൽ മാത്രമേ ഒരു എക്സിസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് സിനിമാറ്റോഗ്രഫി ആഡ് ഇമോഷണൽ ഡെപ്ത് ആൻഡ് മേക്ക് ദ മെസ്സേജ് മോർ പവർഫുൾ. ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമാറ്റോഗ്രഫിയൊക്കെ ഒരു ഇമോഷണൽ ഡെപ്ത് മെസ്സേജ് കുറച്ചും കൂടെ പവർഫുൾ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ സിനിമാറ്റിക് വർക്ക് ബട്ട് ഓൾസോ ആൻ എത്തിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു സിനിമാറ്റിക് വർക്ക് മാത്രമല്ല, ഒരു എത്തിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഇറ്റ് എൻകറേജസ് വ്യൂവേഴ്സ് ടു റിഫ്ലക്റ്റ് ഓൺ ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അതായത് വ്യൂവേഴ്സിന് അവരുടെ ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. ദ ഫിലിം റിമൈൻഡ്സ് ദാറ്റ് പീസ് ഇൻ സൊസൈറ്റി ഈസ് പോസിബിൾ ഓൺലി വെൻ പീപ്പിൾ റെസ്പെക്ട് ഡിഫറൻസസ് ആൻഡ് ലിവ് ടുഗദർ ഇൻ ഹാർമണി. ഈ ഒരു ഫിലിം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സമൂഹത്തിലൊരു സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഈ ഒരു ഡിഫറൻസസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതായത് ഈ ഒരു കോൺട്രാസ്റ്റിനെ, ലൈഫ് ആൻഡ് ഡെത്ത്, ഗുഡ് ആൻഡ് ഈവിൾ, ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഹാർമണി, ഹാപ്പിനെസ്സിനോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ദസ് ദ ഫിലിം ഡെലിവേഴ്സ് എ സ്ട്രോങ് മെസ്സേജ് അബൌട്ട് ഹ്യൂമൻ വാല്യൂസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടോളറൻസ്. ഈ ഒരു ഫിലിം ഒരു സ്ട്രോങ് മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ട്, സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ടോളറൻസ്, സഹിഷ്ണുതയുടെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ട്. ഓക്കെ, താങ്ക് യു.